ഹായ് വെൽക്കം. സെക്കൻഡ് മോഡ്യൂൾ നോക്കാം. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് കോറിയോളിസ് കമ്പോണൻറ്റ് ഓഫ് അസലറേഷനും ക്യാമിൻ്റെ സിന്തസിസും ഇത് രണ്ടുമാണ് മെയിൻ. അപ്പോൾ ഇത് രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂൾ സൂപ്പറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം കോറിയോളിസ് കമ്പോണൻറ്റ് ഓഫ് അസലറേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് അതെന്താണ്, അതിൻ്റെ ഡെറിവേഷൻ, അതെങ്ങനെയാണ് ഒക്യൂർ ആകുന്നത്, ഒരു ചെറിയൊരു 3 പോയിന്റ് ഉണ്ട്. എങ്ങനെയാണ് ഒക്യൂർ ആകുന്നത്, അതിൻ്റെ ഡയറക്ഷൻ, അതൊരു ചെറിയൊരു 4 പടമാണ്. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതൊരു ചെറിയ ഇക്വേഷനാണ്. നമ്മൾ ഡെറിവേഷൻ ചെയ്യാൻ നേരത്തെ കിട്ടത്തില്ല ഒരു ഇക്വേഷൻ, ആ ഇക്വേഷനാണ് അത്. അങ്ങനത്തെ ഒരു 5 കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ഒരു പേജ് എടുക്കുകയാണെങ്കിൽ ആ പേജിൽ ഉത്തരേ വരത്തുള്ളൂ. അപ്പം അത്രയും മാത്രമേ നമുക്ക് ജസ്റ്റ് പഠിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ കോറിയോളിസ് കമ്പോണൻറ്റ് ഓഫ് അസലറേഷൻ ആ ഒരു സംഭവമാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം ചോദിച്ചിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട്. അപ്പോൾ ആ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് തിയറി പാർട്ടൊക്കെ ഓക്കെയാണ്. അതുപോലെ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ഷുവറായിട്ടും ചോദിക്കുന്നതാണ് ക്യാം സിന്തസിസ്, ക്യാം വരയ്ക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ക്യാമിലേക്ക് പോകാം. അപ്പോൾ ക്യാം സിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്യാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം അത് വേണം, അത് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം തന്നെ 4 എണ്ണം ഉണ്ട്. യൂണിഫോം വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം, യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം, പിന്നെ സൈക്ലോയിഡൽ മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. അങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. അപ്പം ഇത് നമുക്ക് ചോദ്യത്തിൽ അവർ പറയുന്ന ഇതിലാണ് എന്ന് പറയും. അപ്പം നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ അത് വരയ്ക്കണം. ആ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരച്ചതിന് ശേഷമാണ് നമുക്ക് ക്യാം വരയ്ക്കുന്നത്. ഇനി ക്യാം തന്നെ നമുക്ക് 2 തരം ക്യാം ഉണ്ട്. ഒന്ന് ഓഫ്സെറ്റ് ഉള്ള ക്യാം നമ്മളോട് വരയ്ക്കാൻ ചോദിക്കും, ഓഫ്സെറ്റ് ഇല്ലാത്ത നോർമലും വരയ്ക്കാൻ ചോദിക്കും. അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഈ 4 എണ്ണവും വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ ക്യാമും ആ 2 സെറ്റ് എന്ന് പറയുമ്പോൾ നൈഫ് എഡ്ജ് ഫോളോവറിനുണ്ട്, റോളർ ഫോളോവറിനുണ്ട്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് മിക്ക എക്സാമിനും നൈഫ് എഡ്ജ് റോളറുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എക്സാമിന് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മോഡ്യൂൾ 2 ക്യാം എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഞ്ചിൻ്റെ അകത്തൊക്കെ ഈ വാൽവ് ടൈമിംഗ് ഒക്കെ ഇല്ലേ, ഈ വാൽവ് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ക്യാം എന്ന് പറഞ്ഞ സാധനം. അതെങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ ഏതാണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പായിരിക്കും. അതായത് സർക്കിളിൽ നിന്ന് ഏതാണ്ട് ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പം ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനിങ്ങനെ പൊക്കി അങ്ങനെ എടുക്കുന്ന പോലത്തെ ഒരു മോഷൻ ആയിരിക്കും തരുന്നത്. ഓക്കെ, അങ്ങനെ ക്യാമിൻ്റെ ഷേപ്പ് ഏതാണ്ട് ഇങ്ങനെയാണ്. അതായത് ഫുള്ളി സർക്കിൾ അല്ല, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വശം വന്നിട്ട് ഒരു ലിഫ്റ്റ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ വാൽവ് ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്യാം ഒക്കെ യൂസ് ചെയ്യുന്നത്. ക്യാം പറയുന്നതിന് മുന്നേ ഫോളോവർ പറയാം. ഫോളോവർ നമുക്ക് ഏതാണ്ട് 4 എണ്ണം ഉണ്ട്. ഫോളോവർ ഒന്ന് വന്നിട്ട് നൈഫ് എഡ്ജ് ഫോളോവർ, പിന്നെ റോളർ ഫോളോവർ, പിന്നെ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ, പിന്നെ സ്ഫെറിക്കൽ ഫോളോവർ. ഇങ്ങനെ 4 ഫോളോവറാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ടും നൈഫ് എഡ്ജ് ഫോളോവറും റോളർ ഫോളോവറും ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഫോളോവർ എന്ന് പറയുന്നത് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനുള്ള ഒരു സാധനമാണ്. അപ്പം അതായത് ഈ ക്യാം എന്ന് പറഞ്ഞ സാധനമില്ലേ, ക്യാമിൻ്റെ ഷേപ്പ് അറിയാം. ഇങ്ങനെയാണ് ക്യാമിൻ്റെ ഷേപ്പ് വരുന്നത്. ഏതാണ്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി, ബാക്കി ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പ്, ഇങ്ങനെയാണ് ക്യാം ഇരിക്കുന്നത്. ഇത് ക്യാമിൻ്റെ സെൻറ്റർ. ഓക്കെ, അപ്പം ഇതിപ്പം ക്യാം എന്ന് പറയുന്ന സാധനം ക്ലോക്ക് വൈസിൽ കറങ്ങുവാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫോളോവർ എന്ന് പറഞ്ഞ സാധനം ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നൈഫ് എഡ്ജ് ഫോളോവർ ആണെന്ന് വിചാരിക്കുക, ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാം ക്ലോക്ക് വൈസിൽ കറങ്ങാൻ നേരത്ത് ഈ ഫോളോവർ ഇവിടം വരെ എന്ത് പറ്റും, അതങ്ങനെ തന്നെ ഇരിക്കും, അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷെ അതിന് ശേഷമോ ഇത് കുറച്ചും കൂടി ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും, ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ വരാൻ നേരത്തെ ഏറ്റവും മണ്ടയ്ക്കായിട്ട് അതൊന്ന് മൂവ്മെൻറ്റ് മണ്ടയ്ക്കായിട്ട് വന്ന് നിൽക്കും. അതിനുശേഷം പിന്നെ ഇങ്ങനെ വന്നിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കും. അതിനുശേഷം ഇത് പതുക്കെ താഴാൻ തുടങ്ങും. എന്നിട്ട് ഇവിടെ ആകാൻ നേരത്ത് അത് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നോർമൽ ആ പൊസിഷന് വേറെ മൂവ്മെൻ്റ് ഒന്നുമില്ല, ഫോളോവർ അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ഫോളോവർ ഉണ്ട്, ഫോളോവറിന് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. അപ്പോൾ ഇത് ക്യാം ഇങ്ങനെ കറങ്ങുമ്പോൾ ക്യാമിന് ലിഫ്റ്റ് വരുന്ന സ്ഥലത്ത് ഫോളോവർ മണ്ടക്കോട്ടും താഴോട്ടുമായിട്ട് പൊങ്ങി താഴും. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അത്രയും പിടി കിട്ടിയില്ലേ? അപ്പോൾ ഈ ഫോളോവർ എന്ന് പറയുന്ന സാധനം 4 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഫോളോവറിൻ്റെ അറ്റം ഇങ്ങനെ ഷാർപ്പ് നൈഫ് എഡ്ജായിട്ട് ഇരുന്നാൽ അതെന്തോന്നാണ്? നൈഫ് എഡ്ജ് ഫോളോവർ. ഓക്കെ, അതിന് ഷാർപ്പ് നൈഫ് എഡ്ജാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് റോളർ ഫോളോവർ. റോളർ ഫോളോവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റം ഒരു റോളറാണ്. റോളർ എന്ന് പറയുമ്പം ഇവിടെ ഇതൊരു, അപ്പോൾ ഇതിനൊരു റേഡിയസ് കാണുമല്ലേ. അപ്പോൾ റോളർ എന്ന് പറയുമ്പോൾ റോളറിന് ഒരു റേഡിയസ് കാണും ചോദ്യത്തിൽ. അപ്പോൾ അത് തരും. നൈഫ് എഡ്ജ് എന്ന് പറയുമ്പോൾ അതൊരു ഷാർപ്പ് നൈഫ് എഡ്ജാണ്.
റോളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റം ഒരു റോളറാണ്, അപ്പം അതിനൊരു റേഡിയസ് കാണും. അതിനുശേഷം വേറെ എന്താണ്, ഫ്ലാറ്റ് ഫേസ് സ്ഫെറിക്കൽ ഫോളോവർ. അപ്പം ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. അതിൻ്റെ അറ്റം ഒരു ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. പിന്നെ അടുത്തത് എന്താണ്, സ്ഫെറിക്കൽ ഫോളോവർ. അത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതാണ് സ്ഫെറിക്കൽ ഫോളോവർ. ഇത് നൈഫ് എഡ്ജ്, ഇത് റോളറ്, ഇത് ഫ്ലാറ്റ് ഫേസ്, ഇത് സ്ഫെറിക്കൽ. ഇനി ഒരു കാര്യം പറയാം, നൈഫ് എഡ്ജ് ഫോളോവർ ഇല്ലേ, ഈ നൈഫ് എഡ്ജ് ഫോളോവറിനെക്കാളും വിയർ ആൻഡ് ടിയർ ആർ ലെസ്. ഏതിന്? റോളറിന്. വിയർ ആൻഡ് ടിയർ ആർ ലെസ് കമ്പയർഡ് ടു നൈഫ് എഡ്ജ് ഫോളോവർ. നൈഫ് എഡ്ജ് ഫോളോവർ ഇങ്ങനെ ക്യാമിന്റെ റൊട്ടേഷൻ കാരണം അവിടെ ഒരു തേയ്മാനമൊക്കെ വന്നേക്കാം. പക്ഷെ റോളറിനാണെങ്കിൽ ആ തേയ്മാനത്തിന്റെ അളവ് കുറവായിരിക്കും നൈഫ് എഡ്ജിനെ കമ്പയർ ചെയ്യുന്നവർ, കാരണം ഇത് റോളറില്ല. ഫ്ലാറ്റ് ഫേസിന്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് സ്ഫെറിക്കൽ ഫോളോവർ. ഓക്കെ, ഇതിന്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് സ്ഫെറിക്കൽ ഫോളോവർ. ഇപ്പം സ്ഫെറിക്കൽ ഫോളോവറിനകത്ത് വന്നിട്ട് മിനിമം സ്ട്രെസ് ആയിരിക്കും, മിനിമം സ്ട്രെസ് കമ്പയർഡ് ടു ഫ്ലാറ്റ് ഫേസ് ഫോളോവർ. മനസ്സിലായോ? നമുക്ക് മൊത്തം 4 ഫോളോവറാണ് ഉള്ളത്. നൈഫ് എഡ്ജ് ഫോളോവർ, റോളർ ഫോളോവർ, ഫ്ലാറ്റ് ഫേസ് ഫോളോവർ, സ്ഫെറിക്കൽ ഫോളോവർ. അതിനകത്ത് നൈഫ് എഡ്ജ് എന്ന് പറയുന്നതിന്റെ അറ്റം ഷാർപ്പ് നൈഫ് എഡ്ജ് ആയിരിക്കും. റോളർ എന്ന് പറയുന്നത് അതിന്റെ അറ്റം വന്നിട്ട് ഒരു റോളർ ആയിരിക്കും, അതിനൊരു റേഡിയസ് കാണും. ഫ്ലാറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റം ഒരു പെർഫെക്റ്റ് ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും. സ്ഫെറിക്കൽ ഫോളോവർ എന്ന് പറയുമ്പോൾ അത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറിന്റെ ഒരു മോഡിഫൈഡ് വെർഷൻ ആണ്. മാത്രമല്ല മിനിമം സ്ട്രെസ് ആണ്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഫ്ലാറ്റ് ഫേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം സ്ട്രെസ് ആണ്. നൈഫിനും റോളറിനെയും കൂടെ നോക്കുവാണെങ്കിൽ വിയർ ആൻഡ് ടിയർ നൈഫ് എഡ്ജിനെക്കാളും ഇതിന് കുറവാണ്. ഓക്കെ, വിയർ ആൻഡ് ടിയർ നൈഫ് എഡ്ജിനെക്കാളും റോളറിന് കുറവാണ്. മിനിമം സ്ട്രെസ് ആണ് സ്ഫെറിക്കൽ ഫോളോവറിന് കമ്പയർഡ് ടു ഫ്ലാറ്റ് ഫേസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 3 മാർക്കിന് ചിലപ്പോൾ ചോദിച്ചേക്കാം വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോളോവർ എന്ന്. അപ്പോൾ എഴുതുക നൈഫ് എഡ്ജ് ഫോളോവർ, റോളർ ഫോളോവർ, ഫ്ലാറ്റ് ഫേസ് ഫോളോവർ, സ്ഫെറിക്കൽ ഫോളോവർ എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് നൈഫ് എഡ്ജ് ദ എൻഡ് ഓഫ് ദ നൈഫ് എഡ്ജ് ഫോളോവർ ഹാസ് ഷാർപ്പ് നൈഫ് എഡ്ജ് എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ റോളർ ഫോളോവർ ഹാസ് എ റോളർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഫ്ലാറ്റ് ഫേസ് ഫോളോവറിന് ഇറ്റ് ഹാസ് എ പെർഫെക്റ്റ് ഫ്ലാറ്റ് ഫേസ് എന്ന് പറഞ്ഞു കൊടുക്കുക. സ്ഫെറിക്കൽ ഫോളോവറിന് ഇറ്റ് ഈസ് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് ഫ്ലാറ്റ് ഫേസ് ഫോളോവർ. എന്നിട്ട് വേണമെങ്കിൽ ഈ റോളറിനും സ്ഫെറിക്കൽ ഫോളോവറിനും ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും. എന്താണ്, വിയർ ആൻഡ് ടിയർ ആർ ലെസ് കമ്പയർഡ് ടു നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞ് ഇതിന് കൊടുക്കാം. സ്ഫെറിക്കൽ ഫോളോവറിന് മിനിമം സ്ട്രെസ് ആണ് കമ്പയർഡ് ടു ഫ്ലാറ്റ് ഫേസ് ഫോളോവർ എന്ന് പറഞ്ഞ് കൂടെ കൊടുക്കാം. അപ്പം ആ ഒരു ചെറിയ ടോപ്പിക്, ഫോളോവർ എന്ന് പറഞ്ഞ ടോപ്പിക്. ഓക്കെ, ഇപ്പം ഇത് മനസ്സിലായോ? ക്യാം എന്ന് പറയുന്ന സാധനം ഈ വാൽവ് ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ ആപ്ലിക്കേഷൻ അതാണ് ഇതിൻ്റെ അകത്തൊക്കെ. അപ്പം ഇതിങ്ങനെ ഇരിക്കും ഒരു സാധനം. അപ്പം ഇതിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും പൊക്കം വരുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങും, പിന്നെ നിലപ്പാട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കും, മോഷൻ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പിന്നെ ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഇതിങ്ങനെ ഇറങ്ങും, എന്നിട്ട് നോർമലി റോളാവും. അപ്പം ഈ ഫോളോവറിന് ഇങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനേ ഉള്ളൂ. അത് ക്യാമിനനുസരിച്ചാണ് അതിന്റെ മൂവ്മെന്റ്. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം കൂടെ, ഈ ക്യാം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് അതിനൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ലിഫ്റ്റ് ഉണ്ടാകും. പിന്നെ മണ്ടവശം ഷാർപ്പ് അങ്ങനെയല്ല, മണ്ടവശത്ത് ഒരു ചെറിയ നിരപ്പുണ്ട്. അതിനുശേഷമാണ് ഇതിങ്ങനെ താഴ്ന്നു വരുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ക്യാം എന്ന് പറഞ്ഞ സാധനം ഒരു സർക്കിളാണ്. എന്നിട്ട് അതിന് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ലിഫ്റ്റ് ഉണ്ടാകും. മണ്ടഭാഗം കറക്റ്റ് ഇങ്ങനെ വളഞ്ഞല്ല ഇരിക്കുന്നത്, അതൊരു ചെറിയൊരു നിരപ്പുണ്ട്. ചെറിയൊരു നിരപ്പ് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഫോളോവർ ഇങ്ങനെ ഇരുന്നിട്ട്, ഇതിപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വെക്കുക. അപ്പൊ ഇതിങ്ങനെ ഇരുന്നിട്ട് ഇവിടം വരെ അതെന്ത് പറ്റും, ഫോളോവറിന് ഒരു മോഷനുണ്ട്, മണ്ടയ്ക്കോട്ട് ഒരു മോഷനുണ്ട്. ഇങ്ങ് വരെ അതിങ്ങനെ പൊങ്ങും, ഫോളോവർ ഇങ്ങനെ പൊങ്ങും. ഇങ്ങനെ വരെ പൊങ്ങിയാലല്ലേ ഇത് ഇവിടെ വരാൻ നിർത്തി ഇതിങ്ങനെ നിൽക്കത്തുള്ളൂ. ഇവിടെ ഇരുന്ന സാധനം ഇങ്ങനെ വരെ വന്നേ, അപ്പൊ ഇതിങ്ങനെ പൊങ്ങും. അപ്പം ഈ പൊങ്ങുന്നതിനെയാണ് നമ്മൾ ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഔട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ അസെന്റ് എന്ന് പറയുന്നത് ഈ പൊങ്ങുന്നതിന്. അതാണ് എന്തോന്ന്, തീറ്റ ഒ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്, തീറ്റ ഒ. ഇനിയിപ്പം ഇതിന് മൂവ്മെന്റ് ഇല്ലാതെ നിൽക്കത്തില്ലേ, അത് ഇവിടെ നിരപ്പാന്ന് പറഞ്ഞു. അപ്പൊ ഇത് മണ്ടക്കോട്ട് പൊങ്ങേണ്ട ആവശ്യമില്ല, താഴേണ്ട ആവശ്യമില്ല, അങ്ങനെ നിരപ്പില്ല, അപ്പം മോഷൻ ഒന്നുമില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഡ്വെൽ എന്ന് പറയുന്നത്. ഡ്വെൽ, അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് തീറ്റ ഡി. ഓക്കെ, തീറ്റ ഡി കാണാമോ? ഓക്കെ, തീറ്റ ഡി. ശരി, ഇനിയിപ്പം ഇവിടെ നിന്ന് ഇതിങ്ങനെ താഴോട്ട് ഇവിടം വരെ ഇറങ്ങും. അപ്പൊ അതിനൊരു പൊങ്ങി നിൽക്കുന്നത് താഴോട്ട് ഇറക്കില്ല, അതിന് ഇവിടം വരെ ഇതിങ്ങനെ ഇറങ്ങും. അതിനുശേഷം ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ഇത് സർക്കിളാണ്. അപ്പൊ അതിന് മോഷൻ ഒന്നും കാണത്തില്ല, ഡ്വെൽ പോലെ തന്നെ. അപ്പം ഇവിടെ നിന്ന് ഇതിങ്ങനെ ഇറങ്ങത്തില്ല. ആ ഇറങ്ങുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്, റിട്ടേൺ സ്ട്രോക്ക്. റിട്ടേൺ സ്ട്രോക്ക്, ഫാള് അല്ലെങ്കിൽ ഡിസെന്റ്. ഓക്കെ, ഡിസെന്റ് എന്ന് പറയുന്നത് അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്തോന്ന്, തീറ്റ ആർ.
തീറ്റ ആർ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം ഇവിടെ ഇരുന്നു, ഇവിടം വരെ പോകുന്നതിന് നമ്മൾ ഔട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ തീറ്റ ഒ എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള ആ ചെറിയ നിരപ്പിന് നമ്മൾ ഡ്വെല്ല് തീറ്റ ഡി എന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് ഇറങ്ങുന്നതിന് നമ്മൾ എന്തോന്ന് പറഞ്ഞു, റിട്ടേൺ സ്ട്രോക്ക് അല്ലെങ്കിൽ തീറ്റ ആർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇത് കറങ്ങാൻ നേരത്ത് ഇതിപ്പോൾ ഇവിടെയല്ലേ നിൽക്കുന്നത്, അപ്പം ഇവിടെ നിന്ന് ഇത്രയും വരണ്ടേ, ഇത്രയും ഇങ്ങനെ കറങ്ങി വരണ്ടേ, ക്യാമ്പിൽ ഇങ്ങനെ കറങ്ങി വരാൻ നേരത്ത് ബാലൻസ് ഇത്രയും ഇല്ല. അപ്പം ഇത്രയും ഫോളോവറിന്റെ മോഷൻ ഇല്ലാതെയല്ലേ നിൽക്കുന്നത്, ഇങ്ങനെയല്ലേ നിൽക്കത്തുള്ളൂ, വേറെ പൊക്കോ താഴ്ച ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കത്തുള്ളൂ. അപ്പം അതിനെയാണ് നമ്മൾ റിമൈനിങ് ഡ്വെൽ എന്ന് പറയുന്നത്. റിമൈനിങ് ഡ്വെല്ല് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് തീറ്റ ഡി എന്ന് തന്നെയാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഫോളോവർ 4 തരം ഉണ്ടെന്ന് പറഞ്ഞു, നൈഫ് എഡ്ജ്, റോളർ, ഫ്ലാറ്റ് ഫേസ്, സ്പെറിക്കൽ. അപ്പം ഫോളോവർ ആണ് ഈ ക്യാമിന്റെ ഇതിന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ക്യാം കറങ്ങാൻ നേരത്ത് നമ്മൾ അതിനകത്ത് ഈ ലിഫ്റ്റ് ഉണ്ടാകത്തില്ലേ, ഇത് റൈസ് ചെയ്യത്തില്ലേ, ഈ റൈസ് ആവുന്നതിനെയാണ് നമ്മൾ ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞ് പറയുന്നത്. അതായത് ഫോളോവറിന്റെ മണ്ടക്കത്തുള്ള മോഷൻ പൊങ്ങുന്നതിനാണ് ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈസ് എന്ന് പറയും, അല്ലെങ്കിൽ അസെന്റ് എന്ന് പറയും. ചോദ്യ പേപ്പറിൽ ഓരോ രീതിയിലും ചോദിക്കാം. ഔട്ട് സ്ട്രോക്ക്, റൈസ്, അസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോളോവറിന്റെ പൊങ്ങുന്ന മോഷനാണ്. അതിന് നമ്മൾ തീറ്റ ഒ എന്ന് പറയും. പിന്നെ അതിനുശേഷം ചെറിയൊരു നിരപ്പുണ്ട്, അതായത് ഈ ഔട്ട് സ്ട്രോക്കും ഈ റിട്ടേൺ സ്ട്രോക്കിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു നിരപ്പുണ്ട്, അതിനാണ് നമ്മൾ ഡ്വെൽ എന്ന് പറയുന്നത്. അതാണ് ഈ തീറ്റ ഡി. ഇനിയിപ്പോൾ ആ ചെറിയ നിരപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറങ്ങൂലേ, ആ ഫോളോവറിന്റെ താഴത്തേക്കുള്ള മോഷനാണ് എന്തോന്ന് പറയുന്നത്, റിട്ടേൺ സ്ട്രോക്ക്, ഫോള് അല്ലെങ്കിൽ ഡിസെന്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സൂചിപ്പിക്കുന്നതാണ് തീറ്റ ആർ. അപ്പം ഈ ഒരു ക്യാം ഇങ്ങനെ ഇരുന്നു, ഇതിവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി, ഒരു ചെറിയ നിരപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇറങ്ങി. അതിനുശേഷം ബാക്കി ഇത്രയും ഭാഗം ഇങ്ങനെ കറങ്ങി വരണ്ടേ, ആ കറങ്ങി വരുന്നതിന് നമ്മൾ എന്തോന്ന് പറയും, റിമൈനിങ് ഡ്വെൽ എന്ന് പറയും, തീറ്റ ഡി. ഓക്കെ, തീറ്റ ഡി എന്ന് പറഞ്ഞതിനെ പറയും. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ, ഇത് മൊത്തം എത്ര ഡിഗ്രിയാണ് ഒരു സർക്കിൾ ഒരു ഫുൾ റൊട്ടേഷൻ അടിച്ച് വരാൻ? 360 ഡിഗ്രി. ഓക്കെ, നമുക്ക് എപ്പോഴും തീറ്റ ഒ തരും, തീറ്റ ഡി തരും, തീറ്റ ആർ തരും. അപ്പം നമുക്ക് റിമൈനിങ് ഡ്വെൽ എങ്ങനെ കണ്ടുപിടിക്കാം? 360 നിന്ന് ഇത് 3 കൂട്ടിയിട്ട്, അതായത് ഇത് 3 ഇവിടെ നിന്ന് പൊങ്ങുന്നതും ഇതും കൂട്ടിയിട്ട്, പിന്നെ ഇതും കൂടെ കൂട്ടിയിട്ട് 3 കൂടെ കൂട്ടിയിട്ട് 360 കുറച്ച് കഴിഞ്ഞാൽ മിച്ച റിമൈനിങ് ഡ്വെൽ കിട്ടത്തില്ലേ? അത് ജസ്റ്റ് ഒരു ഐഡിയക്ക് പറഞ്ഞാൽ ഞാൻ കണക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. വേറൊരു കാര്യം കൂടെ, നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തോന്ന് വേണം? ഞാൻ ബേസിക്കലി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞു, പൊങ്ങുന്നതിന് ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞു, ഇടയ്ക്കുള്ള ഔട്ട് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്കും തമ്മിലുള്ള ചെറിയ ഒരു നിരപ്പിനെ ഞാൻ തീറ്റ ഡി ഡ്വെൽ എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഇറങ്ങുന്നതിന് ഇറക്കത്തിന് ഞാൻ റിട്ടേൺ സ്ട്രോക്ക് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഫോളോവറിന് ഒരു മിനിമം ഇത് കാണും, അതിനുശേഷം ഒരു മാക്സിമം കാണും, അല്ലേ? ഒരു മിനിമം ഇതും കാണും. ഈ മിനിമത്തിൽ നിന്ന് ഇതൊരു മാക്സിമം ഡിസ്റ്റൻസ് വരെ സഞ്ചരിച്ചിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇതാണ് ഇതിന്റെ മാക്സിമം, ഇവിടെയാണ് ഇതിന്റെ മിനിമം ആയിട്ട് നിന്നത്, ഇതിന് അത് ഇത്രയും ദൂരം വരെ പോയി. അപ്പോൾ ഇതിന്റെ ഫുൾ റൊട്ടേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ മാക്സിമം ഡിസ്റ്റൻസ് ഇത് പൊങ്ങിയത്. ഈ മാക്സിമം ഡിസ്റ്റൻസ് പൊങ്ങിയതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് എന്ന് പറയും, ചില സമയത്ത് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സൂചിപ്പിക്കും. സ്ട്രോക്ക് ആണ് സംഭവം. ഈ സ്ട്രോക്ക് ലെങ്ത് എന്നാണ് പറയുന്നത്, സ്ട്രോക്ക് ലെങ്ത്. ഇതിനെ നമുക്ക് എസ് എന്ന് പറഞ്ഞെടുക്കാം, സ്ട്രോക്ക് ലെങ്ത് എസ്. ഓക്കെ, സ്ട്രോക്ക് ലെങ്ത് എസ്. ചില സമയത്ത് അത് ലിഫ്റ്റ് എന്നും പറയും. ഒരു ലിഫ്റ്റ് ഇത്രയാണ്, ഇത്ര MM ആണ് ലിഫ്റ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞ് പറയും. മിക്കപ്പോഴും ഇത് MM എന്ന് തന്നെയായിരിക്കും തരുന്നത്. ഓക്കെ, ശരി.